ഇവിടെ മൊത്തം ഷാർക്കാണ്. നമ്മുടെ ക്യാമറ ഇതുപോലെ അങ്ങ് താഴേക്ക് വിടും. നമ്മുടെ ക്യാമറ ഒരു കേടും കൂടാതെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരു കാര്യം കാണാൻ വേണ്ടി നിൽക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതിന് നേരെ താഴെ ഇവിടെ മൊത്തം ഷാർക്കാണ്. അപ്പോൾ നമുക്ക് മേളിൽ നിന്ന് കണ്ടാൽ പോരല്ലോ, അതിനെ താഴെ പോയിട്ട് ഇവന്മാർ ഫീഡ് എടുക്കുന്ന എങ്ങനെയാണ് കണ്ടേ. അപ്പോൾ റിച്ചാർഡ് നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഇവിടെയാണെങ്കിൽ ആളാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ ഇതുപോലെ അങ്ങ് താഴേക്ക് വിടും. അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതിനടിയിൽ എന്തൊക്കെയാണെന്നല്ലേ. Have you seen sharks before like this? Like never 10, this many. Yeah, never this many at one time. Yeah. Never. We actually caught one today. Yes, we did a big one. Yeah. Like you said, team effort. Yeah, we did catch one. I have never seen one. Never seen. Nope. Okay. So നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. So I'm gonna put him. നമ്മൾ GoPro മൗണ്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 10 കിലോ ഉള്ള ഒരു ഇരുമ്പ് കമ്പിയിലാണ് കേട്ടോ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല വലിയ മീനൊക്കെ വരുമ്പോഴേക്കും നല്ല ഓളം ഉണ്ടാകും. ആ ഒരു സമയത്ത് നമ്മുടെ ക്യാമറ നീങ്ങി പോകാതിരിക്കാനായിട്ടും പിന്നെ ക്യാമറ താന്ന് നിൽക്കാനായിട്ടും കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ടുമാണ് അത്രയും കട്ടിയുള്ള ഒരു കമ്പി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് റിച്ചാർഡ് പറഞ്ഞൊരു കാര്യം, ഇടയ്ക്ക് നമ്മൾ ക്യാമറ പൊക്കണം. അതുപോലെ തന്നെ ക്യാമറയിലുള്ള ആ ഒരു LED ലൈറ്റ് ഒരു GoPro ഓൺ ആക്കി കഴിയുമ്പോഴേക്കും ഒരു ചുവന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് ഓഫാക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർക്കൊക്കെ വരുമ്പോഴേക്കും ചിലപ്പം ഇൻ ബിറ്റ്വീൻ ഇതിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് വെറുതെ നമ്മുടെ GoPro ഒരു ഷാർക്കിന് കൊടുക്കട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഉള്ളൊരു പ്രശ്നം, അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മീൻ ജസ്റ്റ് ഒന്ന് ബൈറ്റ് ചെയ്ത് നോക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. എന്താണെങ്കിലും നമ്മൾ ക്യാമറ വെള്ളത്തിന് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഓ മൈ ഗോഡ് ഗൈസ്, ശരിക്കും ഇതിൻ്റെ അടി ഇഷ്ടം പോലെ ഷാർക്ക് ചെയ്തിട്ടുണ്ടോ. ഇതിനടി എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ് കേട്ടോ. അടിപൊളി, എൻ്റെ അമ്മ. ശരിക്കും നമ്മളിവിടെ സ്ക്യൂബ ഡൈവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സ്ക്യൂബ ഡൈവ് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി ഇതുണ്ടോ നമുക്ക് ഇവരെല്ലാം അടുത്ത് കാണാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ എൻ്റെ ഡൈവ് മാസ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും ഉറപ്പായിട്ട് ഞാനിവിടെ ഡൈവ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും. ഷാർക്കിൻ്റെ കൂടുതൽ ഡൈവ് ചെയ്യും നമ്മൾ ഉറപ്പാണ്. ഞാൻ നമ്മുടെ കോഴ്സ് കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളു അറ്റൻഡ് ചെയ്യാനായിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. റിംഗ് ടെയിൽ എന്നാണ് ഈ ഒരു ചെറിയ മീനുകളുടെ പേര്. പിന്നെ ഈ ഷാർക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും ഇവർ പറഞ്ഞ് ഡസ്കി എന്നാണ് പറഞ്ഞത്. പിന്നെ ചിലർ സാൻഡ് ഡസ്കി അങ്ങനെ എന്തോ ഒരു പേരാണ് ഇവർ പറയുന്നത്. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്ത മീനുകളെയൊക്കെ ഇവന്മാർ വന്ന് കഴിക്കുവാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ശരിക്കും മേളിൽ നിന്ന് കാണുന്നൊരു ലോകമല്ല അടിയിൽ. അടിപൊളി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല, നമ്മുടെ ഷാർക്ക് വന്നപ്പോഴേക്കും നമ്മുടെ ബരാക്കുട എല്ലാം മാറി. ഇതുകൊണ്ട് ഒറ്റ ബരാക്കുടനെ പോലും നമുക്ക് കാണാനായിട്ടില്ല. പക്ഷേ റിംഗ് ടൈൽസ് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഷാർക്ക് റിംഗ് ടൈൽസിനെ കഴിക്കാത്തതാണോ എന്നറിയത്തില്ല. ഇനി ഷാർക്കിന് അവന്മാരെ അറ്റാക്ക് ചെയ്യാനുള്ള അത്ര സ്പീഡ് ഇല്ലാത്തതാണോ എന്ന് അറിയത്തില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ പൊക്കി കൊടുക്കുന്നുണ്ട്. ക്യാമറ പൊക്കുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക്വേർഡ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഷാർക്കിൻ്റെ ഫിൻ. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഷാർക്കിൻ്റെ ഫിന്ന് വെള്ളത്തിന് മേളിൽ കാണുന്നത്. വെള്ളത്തിൽ ചാടുന്നവരുടെ ബീച്ചിലൊക്കെ നീന്തുന്നവരുടെ ഒരു പേടി സ്വപ്നമാണ് ഷാർക്കിൻ്റെ ഫിൻ അങ്ങനെ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുണ്ടോ. അതുപോലെ റിംഗ് ടൈൽസ് ഒന്നും നമ്മുടെ ഈ ഒരു മീനിനെ കഴിക്കുന്നില്ല. നേരെ തിരിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റ്, അതായത് ഇതുണ്ടോ അടിപൊളി. ഷാർക്കിൻ്റെ താഴെ ഒരു സക്കർ ഫിഷ് പോലത്തെ സാധനം നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ. അതുകൊണ്ടോ നമ്മളിടുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മൾ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ഇടുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് ഇവർ ഭയങ്കര ഇതാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം പോലും അവരതിനകത്ത് ഇടത്തില്ല. ഇതുണ്ടോ നമ്മൾ പച്ചക്കറി ഇടുമ്പോഴേക്കും നമ്മുടെ റിംഗ് ടൈൽസ് ഒന്ന് കഴിക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്. നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് കാണുമ്പോഴേക്കും ഉമ്മാർ ഭയങ്കര ചെറുതാണെന്ന് തോന്നും. എല്ലാം ഒരു 60-70 പൗണ്ടുള്ള, അതായത് 30 കിലോ 40 കിലോ മേളിലുള്ള ഷാർക്കുകളാണ് കേട്ടോ. ഇതുണ്ടോ നമ്മൾ ഫുൾ ഇട്ടിട്ടുണ്ട്. ഇതുണ്ടോ റിംഗ് ടൈൽസ് എല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി. ഇതിനകത്ത് ഡൈവ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് ആലോചിക്കുക. അവർ പറയുന്നത് മനുഷ്യർ ഷാർക്കെല്ലാം പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോ. ബരാക്കുട പയ്യെ അടുത്തടുത്ത് വരുന്നുണ്ട്. ഷാർക്കുണ്ട് കേട്ടോ. ഷാർക്ക് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ബരാക്കുട ഫുള്ള് മാറിപ്പോകും. എനിക്ക് തോന്നുന്നത് ഷാർക്ക് ബരാക്കുടനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതുണ്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഷാർക്കെല്ലാം മാറി. റിംഗ് ടൈൽസും ബരാക്കുട ഇതുണ്ടോ. അടിപൊളി. ഇതുണ്ടല്ലോ, ഇതാണ് ബരാക്കുട അണ്ടർ വാട്ടർ കാണുന്നത് കേട്ടോ.
ഇതുണ്ട്, ഇഷ്ടം പോലെ ബരാക്കുടയുണ്ട്. നോക്കിയേ, മിസൈൽ പോലെയാണ് ഇവന്മാർ ഇരിക്കുന്നത് കേട്ടോ. ഭയങ്കര സ്പീഡുള്ള മീനാണ്. അതുപോലെ തന്നെ ഹൈലി പ്രൊഡേറ്റർ ആയിട്ടുള്ള മീനുമാണ് ഈ ബരാക്കുട. നമ്മൾ കാണുന്ന ടീമല്ല. ബരാക്കുട ഇവൻ ഷാർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസ് വരെ ഇൻ്റർനെറ്റിൽ വൈറലാണ് കേട്ടോ. ഇതുണ്ടോ, എന്നാ രസമാണ് ഇവന്മാരെ കാണാനായിട്ട്. അവരാണെങ്കിൽ ഫീഡ് എടുക്കുന്നൊന്നുമില്ല. ഇവരെല്ലാം ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് നിൽക്കുകയാണ്, എന്തോ മിലിറ്ററിക്ക് മാർച്ച് ചെയ്യാൻ നിൽക്കുന്ന പോലെ. ഇതുണ്ടോ, അടിപൊളി. നമ്മുടെ ചൂണ്ടയിൽ ബരാക്കുട ഒരെണ്ണം പിടിക്കണം. എന്താണെങ്കിലും നമ്മൾ അടുത്ത ദിവസം നാളെ നമ്മൾ ഫുള്ള് ഫിഷിങ്ങാണ്. നമ്മൾ ഒരെണ്ണത്തിന് പിടിക്കാനുള്ളത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഷാർക്ക് ഫുള്ള് പോയി. എനിക്ക് തോന്നുന്നത് ഇനി ബരാക്കുടയുടെ സമയമായിരിക്കും. ഉണ്ടല്ലോ, ഫുള്ള് ബരാക്കുട. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ക്യാമറ പൊക്കുവാണ് നമ്മൾ. നമ്മുടെ ക്യാമറ ഒരു കേടും കൂടെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും ഈ ഒരു ടവറിൻ്റെ അടിയിലെ വിഷ്വൽസ് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കാം. കടലിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് മീനുകളാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ മാത്രം വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. ഞങ്ങളിനി ചെയ്യാൻ വേണ്ടി പോകുന്നതുണ്ടല്ലോ, പുറകിൽ ഹാമക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഹാമക്കിലൊക്കെ കുറച്ച് നേരം കിടന്ന് രാത്രിയിലാകുമ്പോഴേക്കും ഇന്ന് ക്ലൗഡ്സ് ഒന്നുമില്ല. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഇന്ന് ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്റ്റാറൊക്കെ കാണാൻ വേണ്ടി പറ്റുമായിരിക്കും. അതുപോലെ പുറകിൽ സൂര്യൻ അസ്തമിച്ച് വരുന്നു. ഞങ്ങളിവിടെ കുറച്ച് പാട്ടൊക്കെ ഇട്ട് ചെറിയ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും യുണീക്ക് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് മീൻ പിടിക്കുന്ന കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കമൻറ്റും ചെയ്യുക. ഉറപ്പായിട്ട് നമ്മളത് ചെയ്തിരിക്കണം നമ്മുടെ ചാനലിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എസ് മി 7 സുരേഖ്. ബാക്കി എല്ലാവരും ഉണ്ട്. ഇതേ this time we are trying with my cable, black, grey, a C7 Rode microphone. And this is Richard over here at the table. Yeah. Talking. 1, 2, 1, 2. It should be recording. So we could walk around and look at things. Yeah. That's just cool. Welcome to the kitchen. This is fun. Still got to remember to close the drawers and doors and everything. Clean it all up. After everyone leaves, it's always going to be, oh look, here's something put away where it doesn't belong and I can't find it. But usually they do a pretty good job. Let's see if they got the cup. Look, they even got the cups in there. That's awesome. I'll have to send you back with a mug or a glass or a shirt. Yeah. Let's check it out. Let's see what I get to eat for the next day or two. Oh, lots of good food. We'll be doing good. Yeah. Apparently I can have pickles and mince. And the fresh fish in the freezer. Yeah, let's check it out. Yeah. You probably caught a lot of this, didn't you? Yeah. Fresh fish, frozen, lots of good fish. Oh yeah, I will not starve. This is fantastic. It's all so good. Cool, and we have the pantry full of food too. I have lots of onions, and garlic, potatoes, more peanut butter than anybody could ever eat. Lots of peanut butter. Look at all that peanut butter. Oof. Peanut butter popcorn, yeah. I'm only good for maybe another year. Yeah, all good. This is where we make our water. Oh, that's a water purifier? Yeah, so we bring it up. We use a UV light, we use a filter. And then it comes in and goes through a reverse osmosis. Okay. Mm-hmm. Sorry, Derek. So the facility itself has 2 main legs. One direction this way, that's south and north. Has this little small one into the kitchen, and then the main hallway over here. Now, the Coast Guard guys are not known for really spelling well, so rather than saying continuous, they accidentally wrote continuous. So misspelled. But that's original. That's original, so we're keeping it. We still have the master, where we have all the restrooms and all the good things here. Yeah. And lights for at night, so your eyes don't get, so you can't see. Yeah, good. We've got steel to work on the floor areas. Mm-hmm. That's to the west, the sunset, the opposite being to the east. You might as well walk on out and walk on down that level. So if you come out here, this used to extend out another 30 feet. It got a little rotten, so we cut it off.
And now it's just a good area to fish from, so you can see the people down there doing the free diving. It's a beautiful day. Right down there you can see the actual wave buoy that sends the data up into space to share with all the world what the wave heights are. Very important. This is something else that I welded on. Still seems to be hanging on okay. That's good. And you see the large barracuda down there? A lot of them, yeah. It's about as big as your leg. Good size. 20 will be, 40, 30 will be. And it's hard to see for the sunlight, but see all the little bait fish all around here? A lot of them. Lots of little fish, which is why the bigger fish come, which makes this an oasis, an aquarium in the ocean, where all the fish will just hang out.